ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മാത്ത് പ്രോഡിജി. അപ്പൊ നമ്മൾ നമ്പർ തിയറി ആൻഡ് കോമ്പിനേറ്റോറിക്സിലെ DPP 10 ആയിട്ട് എത്തിയിരിക്കുകയാണ്. DPP 10 is a question from INMO 2002. AP സീക്വൻസ് ആൻഡ് സീരീസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഡു ദർ എക്സിസ്റ്റ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ABC such that ABC minus A plus B plus C, A minus B plus C, A plus B minus C, A plus B plus C form an arithmetic progression in some order. ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആണോ അല്ലയോ എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പോസിറ്റീവ് ഇന്റിജേഴ്സ് ABC, അത് വെച്ചിട്ട് നമ്മൾ 7 ടേംസ് ഉണ്ടാക്കുന്നു. ഏതൊക്കെയാണ് 7 ടേംസ്? ഒന്ന് ABC തന്നെ. ഇനി അടുത്തത് ഈ ABCക്ക് ഓരോന്നും നെഗറ്റീവ് വെച്ച് കൊടുക്കുന്നു. -A plus B plus C, A minus B plus C, A plus B minus C. ഇനി മൂന്നിനും പോസിറ്റീവ് A plus B plus C. ഇത് ഇൻ സം ഓർഡർ, ഏതെങ്കിലും ഓർഡറിൽ ഇതിന് എങ്ങനെയെങ്കിലും ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് ഈ 7 നമ്പേഴ്സ് വെച്ചിട്ട് ഒരു AP ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അത് പറ്റുമോ ഇല്ലയോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ലെറ്റ്സ് അസ്യൂം ഇത് വെച്ചിട്ട് AP ഉണ്ടാക്കാൻ പറ്റും. ഇഫ് പോസിബിൾ വി ഷോ ദാറ്റ്. നമുക്ക് ആൻസർ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എസ് ഓർ നോ ആണ്. ഇത് പറ്റുമോ ഇല്ലയോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ അസ്യൂം ചെയ്യുന്നു. സപ്പോസ് if possible let ABC be 3 distinct positive integers ആണോ റിയൽ നമ്പേഴ്സ് ആണോ? integers, positive integers such that A B C minus A plus B plus C, A minus B plus C, A plus B minus C, A plus B plus C form an AP. ഇത് AP-ലാവോ ഇല്ലയോ എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഇത് AP-ലാണ്. എന്നിട്ട് ആണോ അല്ലോ എന്ന് പ്രൂവ് ചെയ്യുക. ഒന്നെങ്കിൽ ഇതിനെ കോൺട്രാഡിക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെ പ്രൂവ് ചെയ്യുക. ഫോം an AP ഇൻ സം ഓർഡർ. ഓൾസോ നമുക്ക് ഇതിപ്പോ 3 പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണല്ലോ, ഇത് ഡിസ്റ്റിങ്ക്റ്റീവ് ആണ്. അപ്പൊ ഇവർക്ക് ഒരു ഓർഡർ കൽപ്പിക്കണം. വി മേ അസ്യൂം ദാറ്റ് ഇതിൽ A ആണ് ഏറ്റവും ചെറുത്, B ആണ് ഏറ്റവും B പിന്നെ വലുത്, C ഏറ്റവും വലുത് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇനി ഇതിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ 7 നമ്പേഴ്സ് ഏത് ഓർഡറിലായിരിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യണം. അതായത് നമുക്കറിയാം Aയും Bയും Cയും പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? ഏറ്റവും വലുത് എന്തായാലും A plus B plus C ആയിരിക്കും. A plus B plus C ആയിരിക്കും ഏറ്റവും വലുത്. ഇതാണ് ഏറ്റവും ഗ്രേറ്റസ്റ്റ്. അതിന് 7th പൊസിഷൻ. 7 ടേംസിൽ ഏറ്റവും വലുത് A plus B plus C ആയിരിക്കും. അത് കഴിഞ്ഞ് ഏതായിരിക്കും വലുത്? A plus B plus C കഴിഞ്ഞാൽ ഏതായിരിക്കും വലുത്? A plus B plus C കഴിഞ്ഞാൽ പിന്നെ വലുത് വരാൻ പോകുന്നത് ഇതല്ലേ? കാരണം ബിയും സിയും ആഡ് ചെയ്തു. ബിയും സിയും ആണ് വലിയ നമ്പേഴ്സ്. അതിന്ന് A കുറച്ചു. അതാണോ അതോ C ആണോ? സിയും ഒരു വലിയ നമ്പർ അല്ലേ? ഇപ്പോ ഈ 3 നമ്പേഴ്സിൽ ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഓക്കെ, നമുക്ക് ഇങ്ങനെ നോക്കാം. സിന്റെ കാര്യം നോക്കാം. നമുക്കറിയാം A less than B ആണ്. A less than B ആണല്ലോ. A less than B ആണെങ്കിൽ A minus B less than 0. A minus B less than 0 ആണ്. രണ്ട് ഭാഗത്തും C ആഡ് ചെയ്യുന്നു. A minus B plus C greater than C. അല്ല, ലെസ് ദാൻ C. ഈ നമ്പർ A minus B plus C, A minus B plus C എന്തിനേക്കാൾ ചെറുതാണ്? C യേക്കാൾ ചെറുതാണെന്ന് കിട്ടി. ഇനി അതുപോലെ നമുക്ക് B greater than A ആണെന്ന് അറിയാം. B greater than A ആണല്ലോ. അപ്പൊ B minus A greater than 0. രണ്ട് ഭാഗത്തും C ആഡ് ചെയ്യുന്നു. അപ്പൊ -A plus B plus C greater than C. അപ്പൊ ഈ നമ്പർ B plus C minus A എന്തിനേക്കാൾ വലുതാണ്? C-നേക്കാൾ വലുതാണ്. ഈ നമ്പർ എന്തായാലും C-നേക്കാൾ വലുതായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുറെ ഓർഡർ കിട്ടുകയാണ് ഇപ്പോ. പിന്നെ ഈ നമ്പർ A plus B plus C-നേക്കാൾ ചെറുതായിരിക്കും. ഇനി അടുത്തത് ഇതിലിപ്പോ ഏറ്റവും ചെറിയ നമ്പർ ഏതായിരിക്കും? ABC-ക്ക് ഒരു ഓർഡർ ഉണ്ട്. ABC നടുവിൽ എവിടെയെങ്കിലും വരും. ഇനി നമുക്ക് വേറെ എന്ത് എഴുതാം? A less than B എഴുതിയ പോലെ A less than C എഴുതാം. A less than C ആണെങ്കിൽ A minus C less than 0. അപ്പൊ A plus B minus C less than B. A plus B minus C B-നേക്കാൾ ചെറുതാണ്. ഇനി നമ്മൾ ഇതേപോലെ വേറെ എന്തൊക്കെ എഴുതി നോക്കാം? B less than C എഴുതി നോക്കിക്കൂടെ?
ബി ലെസ് ദാൻ സി. ഇത് വെച്ചിട്ട് 6 എണ്ണം എഴുതാൻ പറ്റും. 3 എണ്ണത്തിന് 2 എണ്ണം അല്ല 3, പിന്നെ തിരിച്ചൊക്കെ മാറ്റി എഴുതാം. ബി ലെസ് ദാൻ സി നോക്കാം. അപ്പോ പക്ഷെ ബി ലെസ് ദാൻ സി നോക്കിയിട്ട് ബി മൈനസ് സി ലെസ് ദാൻ 0. അപ്പൊ എ പ്ലസ് ബി മൈനസ് സി ലെസ് ദാൻ എ. ഇതാ എ പ്ലസ് ബി മൈനസ് സി എനേക്കാൾ ചെറുതാണെന്ന് കിട്ടും. എ പ്ലസ് ബി മൈനസ് സി എനേക്കാൾ ചെറുതാണ്. ഇനി അതേപോലെ വേറെ ഏത് എഴുതി നോക്കാം. എയും സിയുമായി, എയും ബിയുമായി, ബിയും എയുമായി, ബിയും സിയുമായി, എയും സിയുമായി. ഓക്കെ, ഇത്രയൊക്കെ ഇരുന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് കിട്ടി എ പ്ലസ് ബി പ്ലസ് സി ആണ് ഏറ്റവും വലുത്. എ പ്ലസ് ബി പ്ലസ് സി ആണ് ഏറ്റവും വലുത്. അതിന്റെ താഴെ വരാൻ പോകുന്ന ഏതാ? എ പ്ലസ് ബി. അതിന്റെ താഴെ വരാൻ പോകുന്നതാ സിനേക്കാൾ വലുത്, മൈനസ് എ പ്ലസ് ബി പ്ലസ് സി. മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ആണ് 6th പ്ലേസിൽ. അതാണ് അത്. ഇനി എ ബി സിയിൽ ഏറ്റവും ചെറുത് എ ആണ്. എനേക്കാൾ ചെറുതാണ് എ പ്ലസ് ബി മൈനസ് സി. എ പ്ലസ് ബി മൈനസ് സി എനേക്കാൾ ചെറുതാണ്. അപ്പൊ ഇവിടെ എവിടെയോ എ ഉണ്ടെങ്കിൽ അതിനേക്കാൾ ചെറുതാണ് എ പ്ലസ് ബി മൈനസ് സി. അതിനേക്കാൾ ചെറുതാണ് എ പ്ലസ് ബി മൈനസ് സി. എനേക്കാൾ വലുതാണ് ബി, ബിനേക്കാൾ വലുതാണ് സി. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഓർഡർ ഉണ്ട്. ഇനി അതിന്റെ ഇടയിൽ എന്തൊക്കെ വരാനുണ്ട്? ഇപ്പൊ എത്ര ടേംസ് ആയി? 4ഉം 6ഉം. ഒരു ടേം ബാക്കിയുണ്ട്. ഏതാണ് ആ ടേം? ആ ടേം ഇസ് എ പ്ലസ് ബി മൈനസ് സി. എ പ്ലസ് ബി മൈനസ് സി അല്ലേ? അല്ല, എ മൈനസ് ബി പ്ലസ് സി. ഇനി നമുക്ക് ഈ എ മൈനസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. എ മൈനസ് ബി പ്ലസ് സി. ആ എ മൈനസ് ബി പ്ലസ് സിനെ പറ്റി നമുക്ക് എന്താണ് അറിയുക? എ മൈനസ് ബി പ്ലസ് സിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിനേക്കാൾ ചെറുതാണ്. അപ്പൊ അത് ഇവിടെ വരണം. അത് സിനേക്കാൾ ചെറുതാണെന്ന് അറിയാം. എ മൈനസ് ബി പ്ലസ് സി സിനേക്കാൾ ചെറുതാണ്. പിന്നെ എ മൈനസ് ബി പ്ലസ് സി സിനേക്കാൾ ചെറുതാണ്. അത് പിന്നെ അപ്പൊ അത് സിന്റെ അടിയിലാണ്. ഇനി അത് എനേക്കാൾ വലുതാവില്ലേ? അത് എനേക്കാൾ വലുതാവില്ലേ? കാരണം സി മൈനസ് ബി ഒരു പോസിറ്റീവ് നമ്പർ അല്ലേ? അതായത് സി ഗ്രേറ്റർ ദാൻ ബി ആണ്. അപ്പോ സി മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ സി മൈനസ് ബി ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി പ്ലസ് സി ഗ്രേറ്റർ ദാൻ 0 ഈ നമ്പർ ആണെങ്കിൽ, അപ്പൊ ഈ നമ്പർ എനേക്കാൾ വലുതാണ്. ഈ നമ്പർ എന്റെ അപ്പുറത്താണ് വരേണ്ടത്. ഈ നമ്പർ എവിടെ വരണം? എന്റെ അപ്പുറത്ത് വരണം, സിന്റെ ഇപ്പുറത്തും വരണം, എക്കും സിക്കും ഇടയിലാവണം. അപ്പൊ ഈ നമ്പറിന് വേണമെങ്കിൽ ഇവിടെ ആവാം, ഈ നമ്പറിന് വേണമെങ്കിൽ ഇവിടെ ആവാം. അപ്പൊ അങ്ങനെ 2 കേസ് വരും. അതായത് ബാക്കി എല്ലാവരും ഒരു ഓർഡർ ഉണ്ട്. ഏറ്റവും വലുത് എ പ്ലസ് ബി പ്ലസ് സി ആണ്. അതിനേക്കാൾ ചെറുത് മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ആണ്. പിന്നെ സി വരുന്നു. ഇനി എ പ്ലസ് ബി മൈനസ് സി ആണ് ഏറ്റവും ചെറുത്. അത് കഴിഞ്ഞ് എ വരുന്നു. എക്കും സിക്കും ഇടയിൽ ബി വരുന്നു. ഈ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിന് 2 പ്ലേസിലേക്ക് പോവാം. ആ നമ്പറിന് വേണമെങ്കിൽ ഇവിടെ ആവാം, ആ നമ്പറിന് വേണമെങ്കിൽ ഇവിടെ ആവാം. അപ്പോ ഇവിടെ 2 കേസ് അറൈസ് ചെയ്യുന്നു. There arises 2 cases. There arises 2 cases. അപ്പൊ ഇവിടെ 2 കേസ്. അതായത് നമ്മൾ ഈ 7 നമ്പേഴ്സ് നമുക്ക് എ പിയിലാണോ അല്ലയോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഇവർക്ക് ഒരു ഓർഡർ വെക്കണം. എന്നാൽ ഈ ഓർഡർ അനുസരിച്ചല്ലേ ഇവർ എ പി ആണോ അല്ലയോ നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ 3 നമ്പേഴ്സ് വെച്ചിട്ട് ഈ 7 നമ്പേഴ്സിന്റെ ഓർഡർ നോക്കുമ്പോൾ 2 കേസ് വരുന്നുണ്ട്. ഈ എ മൈനസ് ബി പ്ലസ് സി എന്ന് പറയുന്ന നമ്പർ ഇവിടെ 2 പ്ലേസിൽ വരാം. അപ്പൊ നമുക്ക് ഇവിടെ 2 കേസ് വരാൻ പോകുന്നുണ്ട്. സോ കേസ് 1 ചെയ്യാൻ പോകുന്നത് ഇതിനെ ഈ പ്ലേസിൽ വെക്കുന്നു, അതിനെ ആ പ്ലേസിലേക്ക് വെക്കുന്നു. കേസ് 1 ഇതാണ്. ഏറ്റവും ചെറുത് ഏതാ? എ പ്ലസ് ബി മൈനസ് സി. എ പ്ലസ് ബി മൈനസ് സി, പിന്നെ എ, അത് കഴിഞ്ഞിട്ട് എ മൈനസ് ബി പ്ലസ് സി, അത് കഴിഞ്ഞിട്ട് ബി, പിന്നെ സി, പിന്നെ മൈനസ് എ പ്ലസ് ബി പ്ലസ് സി, പിന്നെ എ പ്ലസ് ബി പ്ലസ് സി. ഇതാണ് കേസ് 1. ഈ നമ്പറിനെ എക്കും ബിക്കും ഇടയിൽ വെച്ചു. അത് എക്കും ബിക്കും ഇടയിലോ ആവാം, ബിക്കും സിക്കും ഇടയിലാവാം. അപ്പൊ എക്കും ബിക്കും ഇടയിലാണ് കേസ് 1 നമ്മൾ വെച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ
These 7 numbers form an AP. These 7 terms form an AP with common difference D. ഇതൊരു AP ആണ്, നമ്മൾ ആദ്യം അസ്യൂം ചെയ്തതാണ്. വിത്ത് കോമൺ ഡിഫറൻസ് D. കോമൺ ഡിഫറൻസ് D ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ അപ്പോൾ കോമൺ ഡിഫറൻസ് D ആണ്. അപ്പൊ ഞാൻ ഇനി എല്ലാത്തിനെയും ഈ A പ്ലസ് ബി പ്ലസ് സിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പോവാണ്. A പ്ലസ് ബി പ്ലസ് സി 7ാമത്തെ ടേം ആണ്. ഇത് 1 2 3 4 5 6 7. A പ്ലസ് ബി പ്ലസ് സി 7ാമത്തെ ടേം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 5ാമത്തെ ടേം ആയിട്ടുള്ള സീനെ നമുക്ക് എങ്ങനെ എഴുതാം? A പ്ലസ് ബി പ്ലസ് സി മൈനസ് 2D. 7ാമത്തെ ടേമിന്ന് 2D മൈനസ് ചെയ്താൽ 5ാമത്തെ ടേം കിട്ടും, വിച്ച് ഇസ് സി. ഇനി 4ാമത്തെ ടേം ആയിട്ടുള്ള ബിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. A പ്ലസ് ബി പ്ലസ് സി 7ാമത്തെ ടേം ആയിട്ടുള്ള അതിൽ നിന്ന് 3D കുറച്ചാൽ മതി. 2ാമത്തെ ടേം ആയിട്ടുള്ള എനെ നമുക്ക് ഇങ്ങനെ എഴുതാം. A പ്ലസ് ബി പ്ലസ് സി മൈനസ് 5D. അങ്ങനെ എഴുതി. ഇനി നമ്മൾ ഈ ഇക്വേഷൻസ് മൂന്നും ആഡ് ചെയ്യുകയാണെങ്കിൽ ഓൺ ആഡിങ് A പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 3 ടൈംസ് A പ്ലസ് ബി പ്ലസ് സി മൈനസ് 10D. മൈനസ് 10D കിട്ടും. സോ 10D is equal to 2 times A plus B plus C, which means A plus B plus C is equal to 5D. A plus B plus C ന്റെ വാല്യൂ 5D ആണെന്ന് കിട്ടുന്നു. ഇനി അതിന്റെ ബാക്കി ഇവിടെ എഴുതാൻ പോവാണ്. A plus B plus C 5D ആണെങ്കിൽ ഇനി ആ A plus B plus C നമുക്ക് ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5Dന്റെ ടേം 5D എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Then C is equal to 5D minus 2D. C എന്താവും? 3D ആവും. C is equal to 3D. B is equal to B is equal to വെറുതെ എഴുതാം 5D minus 3D equal to 2D. A is equal to എന്താവും? 5D minus 5D equal to 0. A ന്റെ വാല്യൂ 0 ആവും. A ന്റെ വാല്യൂ 0 ആവും. A 0 ആവാൻ പാടില്ല. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. Contradiction. We reached at a contradiction to our assumption. We reached at a contradiction to our assumption of A being a positive integer. അതായത് ഇങ്ങനെ ഇവർ ഈ ഓർഡറിൽ AP ആവുകയാണെങ്കിൽ നമുക്ക് ഇവർക്കൊരു കോമൺ ഡിഫറൻസ് കണ്ടു നോക്കി കോമൺ ഡിഫറൻസ് ഉണ്ടാവും. AP ആണെങ്കിൽ കോമൺ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു കോമൺ ഡിഫറൻസ് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നോക്കിയാൽ A happens to be 0. A 0 ആവും. Which is a contradiction to our assumption that A is a positive integer. A positive integer ആണെന്ന് പറഞ്ഞിട്ടാണ്. A positive integer given ആണ്. അപ്പൊ അതിനൊരു കോൺട്രഡിക്ഷൻ ആണ്. Therefore these terms can't be an AP in this order. Therefore these terms can't be in an AP in this order. ഈ ഓർഡറിൽ ഇവർക്ക് AP ആവാൻ പറ്റില്ല. ഇത് കേസ് 1ൽ ഈ പ്രത്യേക ഓർഡറിലാണ്. ഈ ഓർഡറിൽ ഇവർക്ക് AP ആവാൻ പറ്റില്ല. അപ്പൊ ഇനി കേസ് 2 നോക്കാം. കേസ് 2ൽ നമ്മൾ ഈ A മൈനസ് ബി പ്ലസ് സിനെ ഇവിടെയാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ഓർഡർ ഇങ്ങനെയായിരിക്കും. ഏറ്റവും ചെറുത് ഏതാണ്? A പ്ലസ് ബി മൈനസ് സി, പിന്നെ A, പിന്നെ ബി. ബിക്ക് അപ്പുറത്താണ് ഇനി നമ്മൾ ഇതിനെ വെക്കാൻ പോകുന്നത് A മൈനസ് ബി പ്ലസ് സി, പിന്നെ സി. ഏറ്റവും വലുത് A പ്ലസ് ബി പ്ലസ് സി, മൈനസ് A പ്ലസ് ബി പ്ലസ് സി ആണ് 6ാമത്തെ ടേം. ഇത് 1 2 3 4 5 6 7. ഇതാണ് കേസ് 2ലെ ഇവരുടെ ഓർഡർ. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവർക്കൊരു കോമൺ ഡിഫറൻസ് എന്ന് അസ്യൂം ചെയ്യുന്നു. ദീസ് 7 terms form an AP with common difference D. കോമൺ ഡിഫറൻസ് D ആണ്. ഇനി എല്ലാ ടേംസിനെയും നമ്മൾ A പ്ലസ് ബി പ്ലസ് സി നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ ടേംസിനെയും ഈ 7th ടേമിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുന്നു. C is equal to A പ്ലസ് ബി പ്ലസ് സി മൈനസ് 2D. C A പ്ലസ് ബി പ്ലസ് സി മൈനസ് 2D ആണ്. 5th term is 7th term minus 2 times common difference. B being the 3rd term is A plus B plus C minus 4D. A being the 2nd term is A plus B plus C minus 5D. On adding, A plus B plus C is equal to 3 times A plus B plus C minus 11D. So D is equal to A plus B plus C. D എന്താവും?
എ പ്ലസ് ബി പ്ലസ് സി അല്ല ഡി അല്ലല്ലോ വേണ്ടത്, എ പ്ലസ് ബി പ്ലസ് സി അല്ലേ. എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 11d/2. നമുക്ക് ഇങ്ങനെ കിട്ടും, എ പ്ലസ് ബി പ്ലസ് സി 11d/2 ആണ്. ഇനി അത് നമ്മൾ ഇതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വിച്ച് ഗിവ്സ് us c is equal to സിന്റെ വാല്യൂ എപ്പോൾ എത്ര കിട്ടും? c is equal to 11d/2 minus 2d equal to 7d/2. b is equal to 11d/2 minus 4d equal to 3d/2. a is equal to 11d/2 minus 5d equal to d/2. ഇങ്ങനെയാണ് കിട്ടിയത്. നേരത്തെ ഏതോ ഒന്ന് ചെയ്തപ്പോൾ 0 കിട്ടി, ഇപ്പൊ എല്ലാം ഡിന്റെ ടേംസിൽ കിട്ടി. ഇനി നോക്കുക, ഇനി ഇപ്പോ ഇങ്ങനെ എ ബി സി എല്ലാം ഡിന്റെ ടേംസിൽ കണ്ടപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും തോന്നിയിട്ടില്ല. ഈ 3 ടേംസിന് ഓക്കെയാണ്. ഇനി ബാക്കി ടേംസിന് നോക്കുകയാണെങ്കിൽ ബാക്കി ടേംസിന് ഏതെങ്കിലും നോക്കുമ്പോൾ പ്രശ്നമുണ്ടോ എന്നാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോ ഈ ടേം എടുക്കുന്നു. ഇപ്പൊ എ ബി സിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിന്റെ മുന്നത്തെ ടേം നമ്മൾ ഡിസ്കാർഡ് ചെയ്തത് എ ബി സിക്ക് നോക്കിയപ്പോൾ പ്രശ്നം വന്നു. ഇനി ഈ ടേം നോക്കാം, മൈനസ് എ പ്ലസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി മൈനസ് ഡി അല്ലേ. അത് 6ാമത്തെ ടേം, 7th ടേം മൈനസ് കോമൺ ഡിഫറൻസ്. അത് നോക്കുമ്പോൾ 7th ടേം ഇസ് എ പ്ലസ് ബി പ്ലസ് സി, ദാറ്റ് ഇസ് 11d/2. 11d/2 മൈനസ് ഡി ഇസ് ഈക്വൽ ടു മൈനസ് 2d. minus 2d that is 9d/2. that is 9d/2. അത് 9d/2 എന്ന് കിട്ടും. അതായത് we have minus a plus b plus c is equal to 9d/2. ഇതിൽ ഈ മൈനസ് എ എന്താ? മൈനസ് എ ഇസ് മൈനസ് d/2. ഇത് മൈനസ് d/2 ആണ്. പ്ലസ് ബി, ബി എന്താ? ബി ഇസ് ഈക്വൽ ടു 3d/2. ബി 3d/2 ആണ്. സി ഇസ് ഈക്വൽ ടു 7d/2. സി ഈക്വൽ ടു 7d/2 ഈക്വൽ ടു 9d/2 എന്ന് കിട്ടും. അപ്പൊ ഇവിടത്തെ പ്രശ്നം ഇത് 9d/2 ഈക്വൽ ടു 9d/2 ആണ്. ദിസ് ഇസ് ഓക്കെ. 9d/2 ഈക്വൽ ടു 9d/2. ഇവിടെയും കുഴപ്പമൊന്നുമില്ല. ഇനി വേറെ ഒരു ടേം, ഏറ്റവും ലാസ്റ്റ് ടേം നോക്കാം, എ പ്ലസ് ബി മൈനസ് സി. ആ എ പ്ലസ് ബി മൈനസ് സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി മൈനസ് 6d ആണ്. എ പ്ലസ് ബി പ്ലസ് സി ആണെങ്കിൽ 11d/2 ആണ്. സോ ഇറ്റ് ഇസ് 11d/2 മൈനസ് 6d. എ ആണെങ്കിൽ d/2 ആണ്. ബി 3d/2 ആണ്. 7 മൈനസ് 7d/2 ആണ്. This comes out to be minus d/2 and this is 4 minus 7 എത്ര? minus 3d/2. ഇവിടെ പ്രശ്നം, നേരത്തെ 9d/2 ഈക്വൽ 9d/2 കിട്ടി, പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. പക്ഷെ ഇപ്പോ എ പ്ലസ് ബി മൈനസ് സി ചെയ്തപ്പോ മൈനസ് 3d/2 ഈക്വൽ ടു d/2 എന്ന് കിട്ടി. വിച്ച് മീൻസ് മൈനസ് 3d ഈക്വൽ ടു മൈനസ് d, 3d ഈസ് ഈക്വൽ ടു d, 2d ഈക്വൽ ടു 0, d ഈക്വൽ ടു 0. d ഈക്വൽ ടു 0. d ഈക്വൽ ടു 0 ആയാലുള്ള പ്രശ്നം എന്താ? കോമൺ ഡിഫറൻസ് 0 ആയാൽ, ഈ എ പിയുടെ കോമൺ ഡിഫറൻസ് 0 ആയാൽ ഇതൊരു കോൺസ്റ്റന്റ് എ പി ആവും. കോൺസ്റ്റന്റ് എ പി ആവും. അങ്ങനെ കോൺസ്റ്റന്റ് എ പി ആയിട്ട് വന്നാൽ എ ബി സി ഒക്കെ എ പിയിലെ ടേംസ് അല്ലേ, എ പി ബിക്കംസ്, എ പി എന്താവും? എ പി ബിക്കംസ് എ കോൺസ്റ്റന്റ് എ പി. എ പി ബിക്കംസ് എ കോൺസ്റ്റന്റ് എ പി വിത്ത് ഓൾ ടേംസ് ബീയിങ് ഐഡന്റിക്കൽ, which is a contradiction to our assumption of, which is a contradiction to a, b and c being distinct positive integers. എയും ബിയും സിയും ഡിസ്റ്റിങ്ക്ട് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആണ്. അപ്പൊ പിന്നെ d 0 ആവാൻ പാടില്ല. അപ്പൊ d 0 ആയ ഇവർ ഡിസ്റ്റിങ്ക്ട് ആവാതെ പോവും, ഇവർ ഐഡന്റിക്കൽ ആവും. സോ ദീസ് ടേംസ് കാൻ ബി ഇൻ AP. So these 7 terms can't be in AP in this order.
അപ്പൊ ഇവർക്ക് ഈ ഓർഡറിലും എ പിയിലാവാൻ പറ്റില്ല. ഇവരിങ്ങനെ എ പിയിലായാൽ ഇവരുടെ ഡി 0 ആവും, എല്ലാ ടേംസും ഐഡന്റിക്കൽ ആവും, which is a contradiction to A, B, C being distinct positive integers. അപ്പൊ ഇവർക്ക് ഈ ഓർഡറിലും എ പിയിലാവാൻ പറ്റില്ല. അപ്പൊ ഇവർക്ക് എ പിയിലാവാനേ പറ്റില്ല. സോ ദി ആൻസർ ഇസ് നോ. ആൻസർ നോ ആണ്. അപ്പൊ ലാസ്റ്റ് എഴുതി വെക്കുക. അതായത് ഇങ്ങനെ എഴുതാം, there do not exist 3 positive integers, 3 distinct positive integers. ഡിസ്റ്റിങ്ക്റ്റ് ആവണം, കാരണം രണ്ടാമത്തെ കേസ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്തത് കൊണ്ടാണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ടാണ് രണ്ടാമത്തെ കേസ് നടക്കാതെ പോയത്. സോ there do not exist 3 distinct positive integers A, B, C. 3 distinct positive integers A, B, C such that A, B, C minus A plus B plus C, A minus B plus C, A plus B minus C, A plus B plus C form an AP in some order. ഇവർക്ക് ഏത് ഓർഡറിലാണെങ്കിലും എ പിയിലാവാൻ പറ്റില്ല. അപ്പൊ അതാണ് അതിന്റെ പ്രൂഫ്. സോ താങ്ക് യു.